ബാക്കിലോട്ട് കടന്നോ? ബാക്കിലോട്ട് നടക്ക്. അവിടെ ചേച്ചി ബാക്കിലോട്ട് നടക്കടാ. എല്ലാരും കുറച്ചൊന്ന് പിന്നോട്ട് നടക്കോ? ബാക്കിലോട്ട് നടക്കണ ഇടിച്ചു കയറാതെ. ഞാൻ ചെല്ലുന്നുണ്ട് മാക്സിമം. അതൊക്കെ ഉള്ളതാ സിനിമ. ചാടാൻ പറ്റില്ല. ഒന്ന് അടക്കട ബാക്കിലോട്ട്. ഇനി അവിടെ എത്തിയിട്ടെടുക്കാം. നമ്മള് വേഗം പോവാം. അല്ലെ കുട്ടേട്ടൻ പോകുന്നേ. കുട്ടേട്ടൻ ആ വഴി വിട്ടോ? ആളില്ല നിന്റെ. അത് വേറെ. റംസാൻ ഫ്രണ്ടിലോട്ട് വാ. ഇങ്ങനെ ആക്കിയത് നീയാണ്. ചേച്ചി ഫുൾ ഓണോ? കോഴിക്കോട്ടെ എന്താണെന്നറിയോ? ഇപ്പൊ അതൊക്കെ നടക്കാനറിയില്ല. ഇവിടേക്ക് ഈ സൈഡ്. ഞാൻ വീഡിയോ എടുത്തു. അതിനിടയ്ക്ക് മാറാൻ എന്ത് പറയുക? ആണെങ്കിൽ പോലും ഇതിന്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, ഇന്നലൊക്കെ ചില ഇതിൽ പറഞ്ഞു കാണുമായിരിക്കും. നമുക്കൊരു കാരവൻ ലൈഫൊന്നും അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു 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 കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം മൊബൈലിലൊക്കെ വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഏത് വുഡ് ആണെങ്കിലും ശരി, പക്ഷെ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമുക്കിതിൻ്റെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു ഇതായി പോകും. സോ നമുക്ക് പറയാനുള്ളത് പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ക ആഷിഖ് അബു ഫിലിം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റിലീസിന് മുമ്പായിട്ട് പ്രമോഷൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും മറ്റ് സിനിമകളൊക്കെ ഭയങ്കര അധികം പ്രൊമോട്ട് ചെയ്തപ്പോൾ ഈ റൈഫിൾ ക്ലബ്ബ് കുറച്ചുകൂടെ സൈലന്റ് ആയിട്ട് നിന്ന് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ ലോ പ്രൊഫൈൽ വന്ന് ക്രിസ്മസ് തൂക്കാമെന്നുള്ള ഒരു പ്ലാനായിരുന്നു. പ്ലാൻ്റെ അല്ല, അത് കണ്ടന്റിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടാണ് ഫസ്റ്റ് സ്ക്രീനിൽ കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വെക്കാമെന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പടത്തിന് മുമ്പേ പ്രസ് മീറ്റ് വെച്ചത്. അതായത് എല്ലാവരും സിനിമ കണ്ടു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണല്ലോ കുറച്ചുകൂടെ ക്ലാരിറ്റിയിട്ട് സംസാരിക്കാമല്ലോ. നമ്മൾ മുമ്പേറെ ഒന്ന് തള്ളേണ്ട കാര്യമില്ലോ, കണ്ടറിയാമല്ലോ എന്നോർത്തിട്ടുള്ളൂ. എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അല്ല നമ്മളൊക്കെ ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ കായ്, നമ്മുടെ സൂരജ്,
അതൊക്കെ അതിഗംഭീരമായിട്ടുള്ളൊരു എൻട്രി, എന്റെയും ഒരു ആദ്യ അനുഭവം തന്നെ എന്ന് പറയാം. കാരണം ഞാൻ ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രിയും കാര്യം. അത് സെന്ന ഹെഗ്ഡെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. നടേശക്തി Suraj, what's your experience after watching? എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടായിരുന്നു പറഞ്ഞ മാതിരി ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണത്. പക്ഷെ എൻ്റെ ചുറ്റുപാട് ഇത്രയും ടാലൻറ്റഡും ഇത്രയും വോമായ ആക്ടേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വാസ് മച്ച് മോർ ഈസിയർ എക്സ്പീരിയൻസ്. പിന്നെ ആഷിക്കേട്ടനും നമ്മളെ വളരെ ഒരു പ്രസൻസ് ഉണ്ട്. അവർ ക്യാമറേൻ്റെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ആ ഒരു നെർവസ്നെസ് ഉണ്ടാവുമല്ലോ, പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടറായിരുന്നു. ആൻഡ് ദാറ്റ് ടു താങ്ക് ആഷിക്കേട്ടൻ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദിസ്. ബിക്കോസ് പറഞ്ഞ മാതിരി ഇവർ മുന്നിലൊക്കെ ഞങ്ങൾക്ക് ഐ ഹാവ് നോ ഐഡിയ, റൈറ്റ്? പക്ഷെ ആദ്യമായിട്ടൊന്ന് ചെയ്യുമ്പോൾ ഇറ്റ്സ് എൻ ഓണർ. അതൊക്കെ വെറുതെ കുറച്ച് വിനയമാണ്, കുറച്ച് വിനയം കൂട്ടി പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു ഫീൽ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സൂരജ് ഫസ്റ്റ് ഡേ തന്നെ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ച്. അതെ, സൂരജിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവ വന്നിട്ട് 30 പുഷപ്പ് എടുക്കും ഷോട്ടിന് മുമ്പ്. യു ക്യാൻ സീ ദാറ്റ്. എന്നിട്ട് പോയിട്ടാ പുള്ളി സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത്. സോ ഇറ്റ് വാസ് പാഷനേറ്റ് ടു വാച്ച് ഹിം ഓൾസോ. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അല്ല, ഇതിന്റെ മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂഷ്വലി പെർഫോം ചെയ്യല്. അപ്പൊ ആ സ്റ്റേജിൽ കയറുന്ന മുന്നേ നമ്മൾ സാധാരണ ഒരു 100 പുഷപ്പ് അടിച്ചിട്ടാണ് പോയില്ല. അപ്പൊ ഞാൻ ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത്. പിന്നെ അതും നമ്മൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെടി കൊള്ളുന്ന സീനായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതെ അത് എണ്ണാൻ വേണ്ടിട്ട് എന്നെ നിർത്തുമായിരുന്നു. സോർബി ചേച്ചി പ്ലീസ് കം, ഐ ആം കൗഡ്. ഞാനാണെങ്കിൽ പേടിച്ച് വിറച്ച് മോനെ സൂരജ് അല്ല ഹനുമാൻ കൈൻ്റെ ഒക്കെ ആണല്ലോ ഇവൻ. അപ്പൊ പോയി എങ്ങനെ എണ്ണി അങ്ങനെ വാമാക്കിട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇവരെ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് അന്ന് ചെയ്യാൻ പറ്റിയത്. ലൈക്ക് it was really fun. It was a beautiful time and yeah. അതന്നെ കൃഷ്ണനാടം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. OTT സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം. അപ്പൊ അതിനുശേഷം റൈറ്റ് ക്ലബ് ഈ സിനിമ കാണുമ്പോൾ ഒരു ഗോഡ് ഫാദർ കാണുന്ന പോലെ ഈ ഒരു ക്ലബിനെ മുഴുവൻ നീക്കുന്ന ഒരു വലിയൊരു കാരണവരുടെ ഒരു സ്ഥാനമുണ്ടല്ലോ. പോയ പോട്ട് പുല്ലെന്ന് പറയുന്നത് തോക്കിട്ട് പിടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ശരിക്കും ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം എത്രത്തോളം ഡീപ്പാന്ന് തോന്നുന്നു? ഇല്ല, ഇതിനകത്ത് എൻ്റെ കഥാപാത്രത്തിന് എൻ്റെ വലിയ മിടുക്കൊന്നുമല്ല. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇത് ആഷി കപൂറിൻ്റെ സിനിമയാണ്. ഞാൻ കുറേ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഈ ക്യാരക്ടറിൻ്റെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ. ഇതിപ്പല്ലേ ഒരു കസേര ഇരുന്നോണ്ട് നടന്ന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. അദ്ദേഹമാണ് എന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഷി കപൂറാണ്. സത്യത്തിൽ അത് കുട്ടേട്ടന്റെ അടവായിരുന്നു. കാരണം കസേരയിൽ മാത്രം ഇരിക്കുമ്പോ ബാക്കി ചെല്ലണ്ട, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് വെടിവെക്കേണ്ടി വരും, കൊള്ളേണ്ടി വരും, വീഴേണ്ടി വരും. ഇത് കസേരയാകുമ്പോ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആരെങ്കിലും തള്ളി കൊണ്ടുപോയി. അല്ല, അങ്ങനെ സന്തോഷമുണ്ട് കേട്ടോ. 32 ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ചിലപ്പോൾ എനിക്ക് ഒരു ഷോട്ടൊക്കെ അറിയും ഒരു ദിവസം. അപ്പൊ ഞങ്ങൾക്ക് പക്ഷേ എനിക്കൊരു വിഷമമില്ല. എന്താ വെച്ചാൽ എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും. ഇതങ്ങോട്ട് തള്ളുക, കളിയാക്കുക, കൊല്ലുക, ഇതൊക്കെ എന്നെ എനിക്ക് വെളുപ്പിന് 2:30 മണിക്ക് ഷോട്ട് വരും. ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും, മേക്കപ്പിനായിരിക്കും. അപ്പൊ 2:30 മണിക്കാണ്. അപ്പൊ ചിലപ്പം എനിക്ക് നേരത്തെ ഷോട്ട് വരും. അപ്പൊ ഈ സുരഭിയൊക്കെ കൂടെ പോയി ആഷിക്കിനോട് പറയും, വേണ്ട കുട്ടിയുടെ വെയിറ്റ് ചെയ്യും, പുള്ളി ഉറങ്ങുക, കുറച്ച് കഴിഞ്ഞ് എടുത്താലും മതി, പുള്ളി ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ പിന്നെ ആഷിക്കും വിചാരിക്കാൻ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും 2:30 മണിക്ക്. അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടൊക്കെ ഇവർ പോകും. അങ്ങനെ 2:30 കുട്ടികൾ എന്നുള്ള പേര് കിട്ടി എനിക്ക്. 10 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ 2 മണിയാകുമ്പോഴേ റെഡി ആവുള്ളൂ. കാരണം 2:30 വിളിക്കുള്ളൂ. അയ്യോ അല്ല, നോണ പറയില്ല കേട്ടോ. ഞാൻ അതിരാവിലെ ഞാൻ റെഡിയാകും. പക്ഷെ ഇവരൊക്കെ പിള്ളേരല്ലേ. ഇപ്പൊ ഞാനിപ്പോ ഇവരെന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കും. ഞാൻ അവരുടെ കാരണവര് 42 വർഷമല്ലേ സിനിമയില്. പക്ഷെ അഹങ്കാരമൊന്നും കുട്ടേട്ടൻ കാണിച്ചില്ല. അഹങ്കാരമല്ല,
അഹങ്കാരം എന്റെ അവസ്ഥയാ. അഹങ്കാരമല്ല കുഞ്ഞെ, പിടിച്ചു നിൽക്കണ്ടേ നിങ്ങളുടെ കൂടെ. ഇത് എന്ത് നാക്കാന്നറിയ ഇവളൊക്കെ. ഒരിക്കലും ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സർവൈവ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ, എന്താണ് കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിൽക്കും. ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിൽക്കും മലയാള സിനിമ, ഉറപ്പാണ്. ഇത് പാസ്സായ ഞാൻ ഇങ്ങനെ ഇനി എനിക്ക് എന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല. ഇത് പാസ്സായി ഞാൻ. സുരഭി ശരിക്കും എൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് ഈ പടമാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത്രയും ഒരു കുറച്ച് ചെറിയ ചെറിയ ഡയലോഗ് ഉണ്ടെങ്കിലും അതൊരു മാസ്, എന്താ പറയുക, പഞ്ച് ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ഇഷ്ടമായി എനിക്ക് ആ ഡയലോഗ്. പിന്നെ ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന പടമാണല്ലോ, നമ്മൾ പിന്നെ ഒന്നും എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമ്മൾ അഭിനയിച്ചു എന്നുള്ളൂ. യെസ് യെസ്. ഇന്ന് മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന കുറേ കോളുകളിൽ അധികം ആൾക്കാരെ പറഞ്ഞ സംഭവമാണ് ഇതിൻ്റെ ഡയലോഗ്സ് എന്ന് പറയുന്നത്. ഷാമുഷ്കരൻ എന്താ പറയുക, നമ്മൾ കാച്ചി കുറുക്കിയെടുത്ത ഡയലോഗ്സ് എന്നൊക്കെ പറയുന്നത്. അതിൽ ഒരുപാട് വലിച്ചു പോയ ഡയലോഗ്സും കാര്യങ്ങളും. ആക്ടേഴ്സിൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണ്. നാടകത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു, പിന്നെ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. കുറച്ച് ഷോട്ട് എടുക്കും, ബാക്കി നേരം നമുക്ക് പല പല പരിപാടികളായിട്ട് ക്യാബിൻസിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം. അപ്പോൾ ഇതിപ്പോൾ തിയേറ്ററിൽ കാണുമ്പോഴും എവ്രി വൺ ഹാസ് ദെയർ സ്പേസ് ആൻഡ് എല്ലാവരെയും ഇപ്പോൾ ലൈക്ക് യു സെഡ്, ഇപ്പോൾ വിമൻ all of us coming together action ki kandappuram thoni. So I hope everybody feels the same. Thank you. ഇരുന്നില്ല. അപ്പോൾ ശ്യാമൻ്റെ അടുത്ത് പറഞ്ഞാണ്, സൂരജ് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചതാ, എനിക്ക് ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ വേണം, എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യമേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൈഫിൾ ക്ലബിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ആ സിനിമയുടെ കഥ. പക്ഷേ ഒരു പേജിലും എഴുതി തരാവുന്ന കഥയേ ഉള്ളൂ. പക്ഷെ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ്. അത് റൈറ്റിംഗ് പാർട്ടായാലും അതിൻ്റെ മേക്കിംഗ് പാർട്ടായാലും അത്ര പെർഫെക്റ്റ് ആണ്. അപ്പോൾ സൂരജിൻ്റെ അടുത്ത് ശ്യാം അവസാനം ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറി പോകാൻ വെച്ചനെ, ഇവിടെ വന്നിട്ട് പിടിക്കാൻ നമുക്ക്. ആ പിടുത്തമാണ് സിനിമയിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാരക്ടറും ഈ സിനിമയിൽ കൃത്യമായിട്ടുള്ളൊരു ആർക്കുണ്ട്, അവർക്കൊരു ഹൈ പോയിന്റ് ഉണ്ട്. അവരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ ക്ലബ് മെമ്പേഴ്സ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ ഊക്കിയിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഓരോ ക്യാരക്ടേഴ്സിന്. അത് കഴിഞ്ഞിട്ട് ഓരോ മെമ്പറിനെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാവുന്ന രീതിയിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ആഷിഖിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം ഇതാണ്, എൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ തന്നെ, അതും ആഷിഖ് ഇതുവരെ ക്യാമറ ചെയ്ത ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ലവ്ലി, അതിന് റിലീസാവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതെനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എങ്ങനെയായിരിക്കും ആഷിഖ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ക്യാമറ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അങ്ങനെയല്ല. ഒരു സിംഗിൾ ഷോട്ട് പോലും വേറൊരു ക്യാമറമാന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് DOP ഉണ്ട്, പക്ഷെ സ്റ്റിൽ ആഷിഖ് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര രസകരമായിട്ടുള്ള ഒരു സെറ്റും ഒരു വൈബും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ എനർജി ഇന്ന് സത്യത്തിൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ടോട്ടൽ ബ്ലാങ്ക് ആയിരുന്നു. ഇത് വർക്കാവുന്നുണ്ടോ ഇത് അറിയുന്നില്ല, കാരണം നമുക്ക് ആ ഒരു ജഡ്ജ്മെന്റ് പോയിരുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ വിളിക്കുമ്പോഴും തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും അത് ഭയങ്കര ഹൈ ആയിരുന്നു. കാരണം നമ്മളൊരു കഥയല്ല ഈ സിനിമ, ശരിക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഓരോ പോയിന്റും ഹൈ ആക്കുന്നുണ്ട്. ആ ഹൈ ആക്കുന്നത് പ്രേക്ഷകന് കിട്ടിയാൽ മാത്രം വർക്കാവുന്ന ഒരു സിനിമയാണ്. അത് വർക്കായിട്ടുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. പടത്തിൽ എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആഷിഖിൻ്റെ പടങ്ങളൊക്കെ മിക്കവാറും പല പല ജോണറിലുള്ള പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലൊന്നും കയറി ഇരിക്കുന്ന ഒരു പ്രകൃതമല്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫിയിൽ കണ്ടിട്ട്. സോ അദ്ദേഹത്തിൻ്റെ പുതിയൊരു പടം, ആ പുതിയ ശരിക്കുള്ള തോക്കാ, അത് ഒറിജിനൽ തോക്ക്, ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള്. അത് പൊട്ടിച്ച് ഇങ്ങനെ തള്ളിക്കോ, പോലീസ് വീട്ടിൽ വരും. കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. അതെ അതെ, ഒരു 5 കിലോ 6 കിലോ ഉണ്ട് ഓരോ തോക്കും. അതിൽ ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രം അല്ലേ? സുരഭിയുടെന്നല്ല, ഇങ്ങനെ സ്ത്രീ ക്യാരക്ടേഴ്സ് ഒരു മലയാള സിനിമയിൽ അങ്ങനെ തോക്കെടുത്തിട്ട് ചന്നമ്മന്റെ വെടിവെക്കുന്ന കാണാൻ എന്ത് രസാന്നറിയോ? ഞാൻ ചന്നം പിന്നെ വെച്ചിട്ടില്ല, ഞാൻ 3 പേരെ വെച്ചു, 3 പേരെയും ഞാൻ കൊന്നു. ഉറപ്പാണ്. ഞാൻ എന്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല.
അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള ഒരു വൈബായിരുന്നു. ഇവരെല്ലാവരും കണ്ടില്ല, എത്ര സീനിയേഴ്സ് ആണ്, പൊന്നമ്മ ചേച്ചി ആണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും. പിന്നെ ദർശനയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, പോലീസ് കേസ് ആയിക്കോട്ടെ, ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം. ദർശന ഭാവ അത് കേട്ട് വിശ്വസിച്ചു. വിളിക്കും ചേട്ടാ, എന്റെ പട്ടിയെടുക്കും പോണത്. അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും. പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ, ഉണ്ണിമാങ്കോ ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇതറിയില്ല. അപ്പൊ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ്. പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ, അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. പച്ചക്കറികൾ മാത്രം, പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. പിന്നെ പരിമളിനെയും എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കുമോ? സോറി, കന്നഡ ഡയറക്ടർ നടേഷ് ഹെഗ്ഡെ, അദ്ദേഹം ഒരു വില്ലനായിരുന്നു. അദ്ദേഹത്തിന് പക്ഷെ ടുട്ടുമോൻ വെടിവെച്ച് കൊന്നു. ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി നീ സംസാരിച്ച കളയല്ലേ അവർ സംസാരില്ല. നീ നിർത്തിയാലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മൈക്ക് കൊടുത്തു, മൈക്ക്. So thank you for having me. Shyam said this is the first time in Malayalam film history a sniper shooter is hitting the target. So I'm happy to do that role. And also some of the greatest minds are here. It's privilege to work with them. Thank you. വിഷ്ണു അഗസ്ത്യ. ഞാൻ വിഷ്ണു അഗസ്ത്യ. അപ്പോൾ ഞാൻ RDXന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയും ഭയങ്കര എന്താ പറയുക, ഇത്രയും വൈബുള്ള ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇല്ല, ഉണ്ണിമാങ്ക ഒന്നും പറയില്ല, പറഞ്ഞോ. എന്തെങ്കിലും ചോദിച്ചാൽ പറയാം. എന്തെങ്കിലും വിഷ്ണുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കോ? ഫൈറ്റ് സീൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷെ ഒരു നോർമൽ ഇങ്ങനൊരു ക്ലിപ്പിനകത്ത് ഒരു ഗോഡ് ഫാദർ എന്ന ലെവലിൽ ആ തോക്ക് വെച്ചൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്റെ ജോലിയാണ് ഇതുണ്ടല്ലോ, അതായത് രാജന്റെ തോക്ക് വെച്ചിട്ട് അങ്ങനത്തെ സീൻസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഏകദേശം ഒരേ സർക്കിളാണ് വർക്ക് ചെയ്ത് ഒരു ഇങ്ങനത്തെ തീം കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വരുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തായാലും അത് അല്ല ഞാൻ ആദ്യത്തെ ദിവസം, അതായത് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇത് ഈ സിനിമ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും, അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവത്തെക്കാളും കുറച്ചും കൂടെ റൈറ്റർ, ഞാൻ ശ്യാമേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ദിവസം ചെന്നിട്ട് പറഞ്ഞു, ശ്യാമേട്ട നീ പേടിയാ എന്താ പരിപാടികൾ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞില്ലേ. അപ്പം ശ്യാമേട്ട എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, എടാ നീ 50% ഈ ക്യാരക്ടർ ചെയ്താൽ മതി, ബാക്കി 50% ഞാനാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ രണ്ടുപേരോടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ സന്തോഷം. അങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റവും അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും അതിങ്ങനെ നമ്മൾ കണ്ടെത്തി പോവാണ്. നമ്മൾ നേരത്തെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് അഭിനയിക്കുന്നതല്ല, ഫിലിം മേക്കറിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഓക്കെ പറയുമ്പോൾ അതിനെ ലീവ് ചെയ്തിട്ട് ഇന്നിപ്പോ നിങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടതുപോലെ ഞാൻ സിനിമ കണ്ടു, എനിക്ക് വർക്കായി. താങ്ക് യു ബ്രോ. ഒരു ക്ലാഷ് ഉണ്ട്. നിയാസ്ക പറയട്ടെ. പൊന്നൂസിന് കുറച്ചധികം പറയാനുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ആഷിഖ് കപൂറിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടാണ് എനിക്ക് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന് എന്ന്. ഞാൻ താഴത്തെ മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് പറയപ്പോഴാണ് വിനീത് ഞാനും ഇതിൽ ബ്രദേഴ്സാന്ന് പറയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് എന്നുള്ള രീതിയിൽ ആണ് എന്നെ അതിൽ സെലക്ട് ചെയ്തത്. അതെ. പിന്നെ ഞങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ആ ഒരു സൈഡിലുള്ള രണ്ട് ബ്രദേഴ്സ് എന്നുള്ളൊരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ എന്നെ എടുക്കുകയും സർപ്രൈസിംഗ്ലി ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പം ഞാനടുത്തൊരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ മൂവി കണ്ടപ്പം എനിക്ക് മനസ്സിലായി ത്രൂ ഔട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ ആ സിനിമയിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയെന്നുള്ളതും
ഈ മൂവി ഇത്രയും ഒരു ലെവലിൽ ഇങ്ങനെ ക്ലിക്കായതും ഒക്കെ എവ്രി വൺസ് എഫേർട്ട് സൂപ്പർബായിരിക്കുന്നു. ആൻഡ് ദ റിസൾട്ട്സ് ഫ്രം എവ്രിവെയർ ഇസ്. ഈ പടം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഈ പടം ഒരു വമ്പിച്ച വിജയമാക്കി നിങ്ങളെല്ലാവരും തീർക്കണം. താങ്ക് യു സോ മച്ച്. ഒന്നും വിചാരിച്ചില്ല. I had no aspiration. So I think the casting director called me. അപ്പോൾ ഞാൻ വിചാരിച്ചു, സാധാരണ എനിക്ക് ഇങ്ങനത്തെ കോൾ വരാറുണ്ട്. എൻ്റെ സിനിമയിൽ ഈ കാസ്റ്റ് കൂടെ വായിച്ച് ഞാൻ മോസ്റ്റ് ഓഫ് മൈ മൂവീസ് ആർ ബേസ്ഡ് സോ വേറെ ഏതെങ്കിലും നടന്മാരുടെ നമ്പർ വല്ല ചോദിച്ചിട്ട് വിളിച്ചെന്ന് വിചാരിച്ചു. സോ വെൻ ഹി സെഡ് ഞാനാണ് ആക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കി 2-3 ദിവസം വിളിച്ചു കൂട്ടി. ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡ്രോപ്പിംഗ് നെയിംസ്, അപ്പോഴാണ് ദെൻ ഗ്രീഡി സൈഡ് ഓഫ് മൈ മൈൻഡ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഈ സിനിമയിൽ അഭിനയിക്കുന്നതും താൻ ആരോടും പറയരുത്. ഞാൻ ഒരിക്കലും ഇല്ല. പക്ഷെ പതുക്കെ അഭിനയിച്ച് വന്നപ്പോൾ ഫസ്റ്റ് പരിചയപ്പെട്ട ഇദ്ദേഹത്തെ കൊല്ലുന്നത് ഞാനാണ്. അതൊരു ആശ്വാസമായിരുന്നു. So yeah, I mean, so 4 ദിവസത്തേക്ക് വന്നതാ. I think I stayed. So that gives me extra confidence. So yeah, it's a wonderful opportunity and yeah, I'm really grateful. Thank you. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കിരൺ പീതാംബരൻ. ഞാൻ ഇതിനകത്ത് റൈഫിൾ ക്ലബ്ബിൽ രാപ്പാടി എന്ന് പറഞ്ഞിട്ട് വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഐ എം സോ ഹാപ്പി ടു ബി. കൂടുതലാണ് കാരണം ആസ് ആൻ ആക്ടർ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കണം ഇങ്ങനെ. ആൻഡ് ഈ സിനിമയിൽ ആക്ച്വലി എന്നെ കാസ്റ്റ് ചെയ്തതും മിലിന്ദ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടറാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഹിം. പുള്ളിയാണ് ആദ്യം ഓഡീഷൻ ചെയ്തതും അതിനുശേഷം ആഷിഖേട്ടൻ എന്നെ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു ആദ്യമേ കേട്ടത്. ഇതിൻ്റെ കാസ്റ്റ് ആരാണെന്നോ അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഇത്രയും സൂപ്പർ സീനിയർ ആക്ടേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെയാണ് കൂടെ ചെയ്യുന്നത് മനസ്സിലാക്കിയത്. സോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ചെറിയൊരു തല കാണുമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പടം ചെയ്യുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഐ എം സോ ഹാപ്പി. നേരത്തെ ഇവിടെ ഉള്ളവർ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കൊടുത്ത പോലെ എനിക്കും കൃത്യമായിട്ട് ആഷിഖേട്ടനും ശ്യാമേട്ടനും എല്ലാവരും കൂടി കൃത്യമായിട്ടൊരു ക്യാരക്ടർ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇപ്പോഴും റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പൂജ തുടങ്ങും, ഷൂട്ട് തുടങ്ങും, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഈച്ച് ഡേ ഷൂട്ടിങ്ങിന് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റിയും ഈ മൂവിനെ പറ്റിയൊക്കെ കൂടുതൽ ഞാനും പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരുപാടധികം സന്തോഷമുണ്ട് ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. എല്ലാവർക്കും പടം ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും പറഞ്ഞ പോലെ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാനും ഇങ്ങനത്തെ ഒരു മൂവിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും വളരെ സന്തോഷം. ആഷിഖേട്ടനും ശ്യാമേട്ടനും ഫുൾ സപ്പോർട്ട് തന്നതുകൊണ്ടാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് ഇത് എൻ്റെയും ഫസ്റ്റ് ടൈമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇവിടെ എല്ലാവരും പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഞങ്ങൾ ഈ കാട്ടിൽ പോയൊരു ഇതുണ്ട്. പുഷ്പ മൂവി ഷൂട്ട് ചെയ്ത ഫോറസ്റ്റിലാണ് ഞങ്ങൾ ഹണ്ടിങ്ങിന് പോകുന്ന സീൻ എടുത്തിരിക്കുന്നത്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊരു എനിക്കൊന്ന് കുറഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 4-5 ഡേയ്സ് ഉണ്ടായിരുന്നു അവിടെ, 3 or 4 days. പക്ഷേ ദാറ്റ് വാസ് ഓസം എന്ന് പറയൽ പോയവർക്കൊക്കെ അറിയാം. അവിടെ ഞങ്ങൾ പോയി താമസിച്ചതും കടുവയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളില്ലായിരുന്നു ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് സുരഭി ഇല്ലാത്തതുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതായിരുന്നു ഏറ്റവും വലിയ റിലീഫ്. ദിലീഷ് ചോദിച്ചാൽ പറയും ഏറ്റവും നല്ല റിലീഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് താമസിച്ചത് അവിടെ സാധാരണ ചെറിയ ചെറിയ ലോഡ്ജ് പോലത്തെ റൂംസ് ഒക്കെയാണ്. എന്നിട്ട് എല്ലാവരും അവിടെ വി ഓൾ എൻജോയ്ഡ് ലൈക്ക് എനിത്തി. ഒരു 3-4 days ഞങ്ങൾ എൻജോയ് ചെയ്തു. അതൊരു ഞാൻ അനുഭവിച്ച ഇത്രയും നാള് ഞാൻ സിനിമയിൽ അഭിനയിച്ചതിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാജമന്ത്രി ആ സ്ഥലത്തിൻ്റെ പേര്. ഈ സോൾട്ട് ആൻഡ് പേപ്പർ സിനിമ ഇറങ്ങിയ സമയത്ത് ബാബുരാജ് ചെയ്ത കഥാപാത്രം അന്ന് നിലനിന്നിരുന്ന ബാബുരാജിനെ കണ്ട് വേറൊരു രീതിയിലാണ് മലയാളികൾ പിന്നെ സ്വീകരിച്ചത്. അതുപോലെ തന്നെയായിരുന്നു ഈ സിനിമയിൽ പൊന്നമ്മ ബാബു ചേച്ചി ഷെൽഫ് തുറന്ന് വെടിവെക്കുന്ന ആ ഒരു സീൻ. അപ്പോൾ ഈ കഥാപാത്രത്തിൽ വേണ്ടിയിട്ട് ശ്യാം പുഷ്കരൻ എഴുതുമ്പോൾ അതെങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്ന സിനിമയിലേക്ക് വേണ്ടിയിട്ട്?
ഇല്ല, ശ്യാമ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടേഴ്സ് എഴുതുന്ന ഒരു റൈറ്ററാണ്. അത് പലതവണ പല സിനിമകൾ കൊണ്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ശ്യാമ ആഷിഖിന് വേണ്ടിയിട്ട് നിരവധി ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. എല്ലാം ഭയങ്കര സൂപ്പർ ഹിറ്റ് ക്യാരക്ടേഴ്സാണ്. ഇപ്പം സോൾട്ടാംപൂരിലെ ബാബുച്ചേട്ടൻ്റെ ക്യാരക്ടർ പോലെ ഇപ്പം ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അത് സുഹാസും ദിലീഷും ശ്യാമോടെ എഴുതുമ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ അതിൻ്റെ ഒരു പൂർണ്ണത ഒരു സിനിമയിൽ ഒരു മേജർ പ്ലോട്ടിനെ അങ്ങനെ ഫോളോ ചെയ്യാനില്ലായിരിക്കും. ചെറിയൊരു ത്രെഡിലൊരു പടം നടക്കുമ്പോഴത്തേക്കും അതിൽ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്തായിരിക്കും സിനിമ മുമ്പോട്ടേക്ക് പോവുക. ഇത്രയധികം ക്യാരക്ടേഴ്സ് ഇപ്പം ഈ പ്രസ് മീറ്റിന് 10-20-30 ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അത്രയും ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും ഒരു 2 മണിക്കൂറിനുള്ളിൽ കിട്ടുക, അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനത്തെ ഒരു റൈറ്റിംഗ് ഭയങ്കര ആവശ്യമാണ്. അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആഷിഖേട്ടൻ ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടേഴ്സിനെ ഫ്രെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. എക്സലൻ്റ് ആണ്. ഈ മഹേഷിന്റെ പ്രതികാരം ചെയ്യുന്ന സമയത്ത് സെറ്റിൽ വെച്ചിട്ട് എഴുതിയ ഒരു കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും ഉറപ്പായിട്ട്. അത് കുറേ നാളിരുന്ന് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പല ഡ്രാഫ്റ്റുകൾ ഇപ്പം ഞാൻ തന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പല ഡ്രാഫ്റ്റും പല ചേഞ്ചസും ഒക്കെ ആയിട്ട് പലതവണ കേട്ടിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും അപ്ഡേഷൻസ് ഉണ്ടാവും, ഇംപ്രവൈസേഷൻ സെറ്റിൽ ഉണ്ടാവാറുണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ അങ്ങനെ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചെറിയ ഇംപ്രവൈസേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കറക്ഷൻസ്, പുതിയ ഫീഡുകളൊക്കെ ആയിട്ട് ചെയ്യാം. ഇറങ്ങിയ സമയത്ത് അശ്വിൻ ഗോക്ക് വളരെ മോശമായിട്ട് തന്നെ റിവ്യൂ ചെയ്തു. അതോടുകൂടി ആ പടം ഇരുന്ന് പോയി എന്നാണ് ഇപ്പോഴത്തെ ഒരു ടോക്ക് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ OTT വന്നപ്പോൾ അത് വൻ വിജയമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്രെൻഡ് എങ്ങനെ? ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. എൻ്റെ അഭിപ്രായം അതല്ല. ഞാൻ ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് ആൾ കയറാതിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. ഒരാളുടെ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല മലയാള സിനിമ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കയറുന്നത്. ആളുകൾ ഇപ്പം അതിനെ ചെറുതായിട്ട് ചിലപ്പോൾ സ്വാധീനിക്കുമായിരിക്കും, എന്നല്ലാതെ അത്രയ്ക്കൊക്കെ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു റിവ്യൂവറിനോ അല്ലെങ്കിൽ 2-3 പേർക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആ സിനിമ പോപ്പുലർ ആകാതിരിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ആളുകൾ ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വളരെ കുറച്ച് ആളുകളായിരിക്കും ഒരു റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ, ഞാൻ വിശ്വസിക്കുന്നത്. അധികം പേര് നമുക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ ഒരു പേഴ്സണലി അറിയാവുന്ന ഒരാൾ നമ്മുടെ ഒരു സുഹൃത്തൊരു പടം കണ്ടിട്ട് അയാൾ പറയുന്ന ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ ആളുകളും പോകുന്നതെന്നാണ് സിനിമ കാണാൻ തീരുമാനിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ അങ്ങനെ ഇപ്പൊ കൽബ് രണ്ടാമത് OTT വന്നു കഴിഞ്ഞപ്പോൾ അതിനും വിജയമായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ റിവ്യൂവേഴ്സിന്റെ ഒരു അമിതമായ ഒരു പ്രേക്ഷകരുടെ ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം അതല്ല. ഞാൻ റിവ്യൂ അല്ലെങ്കിൽ ഒരാളൊരു സിനിമയെ കുറിച്ച് നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് ആരും കാണാനും പോകത്തില്ല. അല്ല, തീരെ ചെറിയ സ്വാധീനം ഉണ്ടാവുമായിരിക്കും എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരു മികച്ച സിനിമയെ ഇല്ലാണ്ടാക്കാൻ ഒരു റിവ്യൂവിനൊന്നും പറ്റില്ല. ഒരാൾ ഒരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു മികച്ച സിനിമയെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതേപോലെ ഒരു മോശം സിനിമേനെ ഒരാൾ 4 പേര് നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് നന്നാക്കാനും പറ്റില്ല. ആൾക്കാർ അത്ര പൊട്ടന്മാരൊന്നുമല്ല പ്രേക്ഷകർ. വാണിശേഷിനോടാണ് ചോദ്യം. പണ്ട് കാലങ്ങളിൽ സിനിമകളിൽ ഒരുപാട് പുരുഷ മേൽക്കോയ്മ ഉള്ള ഒരു ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീ കഥാപാത്രങ്ങൾക്കെതിരെ തന്നെ ഒരുപാട് വാണിശേഷിയുടെ ഒരു കഥാപാത്രം തന്നെ പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകർ അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയുണ്ടായി. അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണ് എഴുത്തിലും സംവിധാനത്തിലും ചിത്രത്തിലും കണ്ടുവരുമ്പോൾ? സ്ത്രീ അല്ല, അങ്ങനെയൊന്നുമല്ല. സ്ത്രീ കഥാപാത്രങ്ങൾ വരണം എന്നാണ് പറയുന്നത്. അന്നും ഇന്നും എന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത്. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊരു വ്യത്യാസമായിരിക്കും ഈ പടം തീർച്ചയായിട്ടും. ഈ സിനിമ പുരുഷ കഥാപാത്രങ്ങളെക്കാളും കൂടുതൽ ഹീറോയിസം ഇതിന്റെ സ്ത്രീ കഥാപാത്രങ്ങളാണ്. പൊന്നമ്മ ഒറ്റ വെടിയെ വെക്കുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവർ എത്ര വെടി വെച്ചിട്ട് ഒരു കാര്യമില്ല, 1-1.5 വെടിയത്. അപ്പൊ ഇവിടെ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും ഇതിനകത്ത് എല്ലാവരും ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമേ ഇല്ല. ഈ സിനിമ ഒരിക്കലും അങ്ങനെയല്ല. വെറുതെ പറയുകയാണ് സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ അങ്ങനെയില്ല. അല്ല, ആരും മനഃപൂർവ്വം സ്ത്രീകളെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി പടമെടുക്കുന്നതല്ലോ. ഒരു കഥ ചെയ്യുമ്പോൾ കഥയ്ക്കനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ വരുന്നതല്ലേ. ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളമാണ് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ള എല്ലാവർക്കും അറിയാം. പ്രൊമോഷൻ അധികം കുറവായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ ട്രെൻഡ്
എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകൾക്കും വലിയ ഹൈപ്പ് കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് എല്ലാവരും ഇപ്പോൾ പുഷ്പയാൻ അങ്ങനെ ഒരുപാട് മൂവിയാലും ആൾക്കാരിലേക്ക് അധികമായിട്ട് പ്രതീക്ഷകളുടെ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഇങ്ങനെ ഒരുപാട് പ്രൊമോഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ റൈഫിൾ ക്ലബ്ബൊക്കെ ഈ പ്രൊമോഷൻ കുറവായിരുന്നു. സിനിമ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രസ് മീറ്റ് ആയാലും വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മാർക്കോ ആയാലും നാളെ റിലീസിന് എത്തണം. അപ്പോൾ അത് റിവ്യൂ നേരത്തെ റിവ്യൂവിൻ്റെ ആയിരുന്നു. ഇപ്പോൾ റിവ്യൂവിനെയൊക്കെ അങ്ങനെ പേടിച്ചിട്ടാണോ അതോ അങ്ങനെ ആൾക്കാരിൽ നിന്ന് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് പണം ഇങ്ങനെ ആവും അങ്ങനെയൊക്കെയുള്ള റിവ്യൂകൾ വരുന്നത് കൊണ്ടാണോ ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്? ട്രെൻഡ് മാറിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഓരോ സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും അത് അങ്ങനെ ചെയ്യപ്പെടുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിരുന്നിട്ട് ഭയങ്കര തള്ളുതള്ളി ഭയങ്കര സിനിമയാണ്, നിങ്ങളെല്ലാവരും പറഞ്ഞ ആനയാണ് കുതിരയാണ് എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇപ്പം കാരണം ഇപ്പം നമുക്കൊരു സിനിമ ഇന്നിപ്പം ഇറങ്ങി, ഇന്ന് റിലീസായി, രാവിലത്തെ ഷോ കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇപ്പം ഒരു സിനിമയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന കേരളത്തിലെ ഒരു 90% പ്രേക്ഷകനും ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞ് അവരിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഈ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മാസങ്ങളുടെ ഒരുക്കമൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ അതിപ്പോൾ ഇന്ന് രാവിലെ പടം റിലീസായി വൈകുന്നേരം ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പടം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കും, സിനിമ കാണും, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഭയങ്കര ഒരു പ്രീ തള്ളിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ആൾക്കാരെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഇത്ര ആവശ്യമുള്ളൂ തോന്നുന്നു. ഞാനിപ്പോൾ ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും, അഹങ്കാരമായിട്ട് ചിലപ്പോൾ തോന്നും. സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് തോന്നിയോണ്ട് പറയുക. ഞാനൊരു 42 വർഷമായി സിനിമയിൽ നിൽക്കുന്നു. അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല. സിനിമ വരുന്നു, നാന, വെള്ളി നക്ഷത്രം, അങ്ങനെ ചിത്രകാർത്തി, അങ്ങനെ കുറേ മാഗസിനുണ്ട്. അതിനകത്ത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും. ഇപ്പോഴും അതാണ് അവസ്ഥ. അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്ന ആളല്ല ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട്. അപ്പോൾ റിവ്യൂ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ബോറാണ്, ഞാൻ ബോറായിട്ട് അഭിനയിച്ചാൽ റിവ്യൂ പറഞ്ഞ് ബോറാന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ട് ബോറാന്ന് പറഞ്ഞ പ്രേക്ഷകൻ സമ്മതിക്കില്ല. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വർഷം നിൽക്കുന്നു? പ്രേക്ഷകന് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് അയാൾ ഭയങ്കര ബോറാന്ന് വേഷം കെട്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാവില്ല. ഇറ്റ്സ് എ ഫാക്ട്. ഇയാൾ എങ്ങനെയുണ്ട്, ഇയാളുടെ സിനിമ എങ്ങനെയുണ്ട്, പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത്. അത് വളരെ ബാലിശമായ ചോദ്യമാണ്, ബാലിശമായ വിശ്വാസമാണ്. നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല. കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റായിട്ട് നന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ മോശമാണെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കുകയില്ല, പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ നിൽക്കുന്നു. ഞാൻ നായകനായിട്ടുണ്ട്, സഹനടനായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്, ഗുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്നയാളാണ് ഞാൻ. അപ്പം എന്നെ ഇന്ന് ഞാൻ നടന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്, ആരെയും മോശക്കാരനായിട്ട് പറയുകയല്ല. ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ആരും വിശ്വസിക്കേണ്ട. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്, അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഭംഗി എല്ലാവർക്കും. അല്ലാതെ ആരെയും മോശക്കാരനായിട്ട് പറഞ്ഞത് എന്ത് കാര്യം? പിന്നെ വ്യൂവേഴ്സ് കുറേ ഉണ്ടാവുമായിരിക്കും, അതിനുവേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷേ നല്ലതായിട്ട് നല്ല സിനിമയെപ്പറ്റി നല്ല വിമർശനം ഉണ്ടാകുന്നതാണ് പറയുന്ന ആളിന് നല്ലത്, പ്രേക്ഷകന് നല്ലത്, സമൂഹത്തിന് നല്ലത്. മലയാള സിനിമയിൽ തന്നെ ഒരുപാട് സീനിയർ ആക്ടേഴ്സിൽ ഒരാളാണ് താങ്കൾ. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ജഗദീഷ് ചേട്ടൻ താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും ഡിഫറെന്റ് ആയിട്ട് ഇപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഞെട്ടിക്കുന്നില്ല, പ്ലീസ് അങ്ങനെയൊന്നും പറയാം. ഓരോ കഥാപാത്രം നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു. ചിലപ്പോൾ എന്നെ കൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന. ഇപ്പം എന്നെ ഇതിനകത്ത് ആഷിക വിളിച്ചു. ഞാൻ എൻ്റെ സത്യം പറയാം, എനിക്ക് ഒരിക്കലും പറ്റാത്ത പരിപാടി പ്രണയരംഗം. എനിക്ക് അറിയാൻ പറ്റും കേട്ടോ, സത്യം. എനിക്ക് എൻ്റെ പ്രണയം ഇങ്ങനെ അല്ലല്ല, എനിക്ക് പ്രണയം ഉണ്ടോ? പിന്നെ എന്നോടുള്ള പ്രണയം അത് വേറെ, അത് പറയാൻ പുറത്ത് പറയാൻ കൊള്ളില്ല. അപ്പൊ കുട്ടേട്ടാ നേരത്തെ സൂരജിന്റെ കാര്യം പറഞ്ഞ പിന്നെ അപ്പൊ എനിക്ക് എന്റെ പ്രണയം അത് എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ ആദ്യം കാമുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചത് ആഷിക പോവാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ എന്തൊരു വലിയ കാമുകനാണ്. കണ്ട പ്രേക്ഷകർ പറഞ്ഞത് ലാല്, ശ്വേത, ആസിഫ് അലി, അവരുടെ പ്രണയമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ പ്രണയം, എൻ്റെ കാമുകയെ കാണിക്കുന്ന പോലില്ല. പക്ഷെ ഞാൻ ഭയങ്കര കാമുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ആ ഡയറക്ടറുടെ മിടുക്കാണ്, എൻ്റെ മിടുക്കല്ല. അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തി കൊണ്ടിരുന്ന ഡയറക്ടേഴ്സാണ്, ഇവിടുത്തെ പ്രൊഡ്യൂസർ.
ഡോഗ്സ് ഇറങ്ങുന്നതിന് മുന്നെയാണ് റൈഫിൾ ക്ലബ്ബിൽ ഇന്നാവുന്നത്. സോ ആക്ടിങ് ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിയിരുന്നു, അല്ലെങ്കിൽ അതേപോലെ ബിഗ് ഡോഗ്സിന് ശേഷം ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ കിട്ടി. സോ അതിനുശേഷം ഈ പറയുന്ന പോലെ ആക്ടിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നീ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? Good question. നമ്മള് ഫസ്റ്റ് ലവ് മ്യൂസിക്കാണ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ, റൈറ്റ്? അതും ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യണ മുന്നേ തന്നെ അത് ആശിക്കാരനോട് പറഞ്ഞതായിരുന്നു. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് I was able to see എങ്ങനെയുണ്ട് and how much I actually enjoyed it, right? It could be because of the cast, it could be because of the director and everything, but also personally എനിക്ക് ഈ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയത് എങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇതുവരെ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, റൈറ്റ്? ദിസ് ഈസ് entirely different experience also, but അതിൻ്റെ സിമിലാരിറ്റീസ് ഉണ്ട് ബിക്കോസ് രണ്ടും ആർട്ടാണല്ലോ. ബോത്ത് ആർ it's an experience personally and for the visual the audience. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് മ്യൂസിക്കിൻ്റെ ഫസ്റ്റ് ലവ് ആവും. പക്ഷെ അത് ലെറ്റ്സ് സീ whatever happens, right? എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ല ഞാൻ ഇതിലേക്ക് വന്നത്, പാട്ടാണെങ്കിലും എന്താണെങ്കിലും, ബിക്കോസ് it's just I do what I can get to do and I enjoy doing it and I'm going to try my best. So role കിട്ടാണെങ്കിലും, or if I see something that I enjoy, or even if I want to try something out, I'll try. But whatever it is, അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ല. Let's see. Thank you, brother. ആദ്യമായിട്ട് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. ഈ സുരഭി ചേച്ചിയൊക്കെയാണോ ധൈര്യം തന്നോണ്ടിരുന്നത്? Actually പേടി കൊണ്ടുവന്നത് ഈ സൈഡിലാണ്. No, jokes is that actually ധൈര്യം തന്നത് എല്ലാവരും, സുരഭി ചേച്ചി നന്നായിട്ട് തന്നെ എല്ലാവരും തന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു എൻവയറമെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ബിക്കോസ് ഇപ്പൊ എല്ലാവരും ഇവിടെ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ലൈക്ക് എവ്രിവൺസ് ലൈക്ക് ഫാമിലി, എവ്രിവൺസ് ജോക്കിംഗ് ആൻഡ് ഹാവിങ് എ ഗുഡ് ടൈം. ആൻഡ് നമ്മൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആക്ടേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, how would it go, how would they be? But instantly അവരോട് സംസാരിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും, everyone was so nice and so warm and it was really good. Yeah. So നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. കാണാത്ത ഒരു സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. അപ്പോൾ എന്തായാലും റൈഫിൾ ക്ലബിൻ്റെ ക്രൂ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. വെറൈറ്റി